നിലമ്പൂരിൽ കളി നടത്തുന്നത് അൻവറാണ്. അപ്പോൾ അൻവറിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നതാണ് CPM-ന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ആ മണ്ഡലം നിലനിർത്തുകയും വേണം. എന്തായിരിക്കും CPM-ന്റെ തന്ത്രങ്ങൾ? ഇപ്പോഴേ രണ്ട് മുന്നണികളിലും സ്ഥാനാർത്ഥികളായിട്ടില്ല. ഇപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ UDF-നകത്ത് മത്സരം തുടങ്ങിയിട്ടുണ്ട്. ജോയി വേണോ, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് വേണോ. അൻവറിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജോയിയാണ്. ഈ ഷൗക്കത്തിനെയാണ് 2021 ഒക്കെ 2016 പരാജയപ്പെടുത്തിയത്. പിന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷേ CPM ആണെങ്കിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം മതി പിന്നെ LDF-ൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത്. അത് പാർട്ടി ചിഹ്നത്തിൽ വേണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വേണോ എന്നുള്ളതാണ് നോക്കുന്നത്. CPM ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ അൻവറിൻ്റെ ഒരു പിന്നെ വ്യക്തിപ്രാഭവത്തിനകത്ത് കിട്ടിയ വിജയമല്ല, പാർട്ടിയുടെ വിജയമാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ടവർ പിന്നെ ഇറക്കുന്ന സ്ഥാനാർത്ഥിയും അത്തരത്തിൽ ഉള്ളതായിരിക്കും. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയട്ടെ. അവിടെ ചില CPM-ന്റെ രീതിയല്ല. നാം മുൻ തെരഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ ആദ്യം പ്രഖ്യാപനം നടത്തി പ്രചരണം നടത്തുന്ന CPM ആണ്. അന്ന് അത് ഇപ്പം മാറിപ്പോയി. ഇപ്പം പാലക്കാട് നമ്മൾ കണ്ടത് എന്താണ്, കോൺഗ്രസിന് നിൽക്കാതെ ഇറങ്ങി വന്ന സരിനാണ് പിടിച്ചു കൊടുത്തത്. അതുപോലെ ഷൗക്കത്തിന് ചിലപ്പോൾ UDF-ൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയാണെങ്കിൽ പതുക്കെ വല വീശി ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നുണ്ട്. കാരണം ഷൗക്കത്ത് ഇപ്പോൾ നിന്നില്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭാവി തീരും. കാരണം ഇപ്പോൾ നിന്നൊരു വിജയമുണ്ടാക്കി രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ 26-ലും വീണ്ടും അവിടെ മത്സരിക്കാമെന്നുള്ള കണക്ക് കൂട്ടലാണ് ഷൗക്കത്തിനുള്ളത്. അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്യുകയാണ് CPM. അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുക എന്നുള്ളത്. ഇനി അതല്ല, CPM കാണുന്ന മറ്റൊരാളെ കൂടിയുണ്ട്. അതായത് തോമസ് മാത്യു ഇടത് സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ആളാണ് ഈ തോമസ് മാത്യു. അപ്പോൾ തോമസ് മാത്യുവിനെ ഇറക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രൈസ്തവ വോട്ടും ഉണ്ട്, മികച്ച പ്രകടനവും കാഴ്ചവെക്കാം. കാരണം PV അൻവറിൻ്റെ മുൻപിൽ പരാജയപ്പെടുന്നതിന് തുല്യമാകും UDF-ന് അവിടെ വിജയമുണ്ടായാൽ. അത് ഈ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളെയും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. കാരണം ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സിറ്റിംഗ് സീറ്റ് എല്ലാവരും നിലനിർത്തിപ്പോകുന്നു. കോൺഗ്രസും നിലനിർത്തിപ്പോകുന്നു. ചേലക്കരയിൽ അതുമാത്രമല്ലായിരുന്നല്ലോ CPM-ന് ഉണ്ടായിരുന്നുള്ളൂ. ചേലക്കരയിലും നിലനിർത്തുകയും ചെയ്തു. ഭൂരിപക്ഷം അല്പം നല്ല രീതിയിൽ കുറവുണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനൊരു പക്ഷേ ഇവർ മാറ്റം വരുത്താൻ ചിലപ്പോൾ തയ്യാറാകും. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, സ്വരാജിനെ ഇറക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ആകുകയാണെങ്കിൽ ഇവിടെ സ്വരാജിനെ ഇറക്കുക. ഇപ്പോൾ സ്വരാജിനെയാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ മുഴുവൻ ഏൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സ്വരാജിലാണ്. അപ്പോൾ സ്വരാജിനെ ഏൽപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, സ്വരാജ് നിലമ്പൂരുകാരനാണ്. തൃപ്പൂണിത്തറയിൽ വന്ന് K ബാബുവിനെ പരാജയപ്പെടുത്തി 2016. 21 വന്നിട്ട് K ബാബു മണ്ഡലം തിരിച്ചു പിടിച്ചു. വളരെ കുറച്ച് ഭൂരിപക്ഷം മാത്രമേ K ബാബുവിന് ഉണ്ടായിരുന്നുള്ളൂ. അത് K ബാബുവിൻ്റെ ഒരു ഒരു നിശ്ചയദാർഢ്യമായിരുന്നു, ഈ മണ്ഡലം എനിക്ക് തിരിച്ചു പിടിക്കണമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം 16 അവിടെ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം തോൽവി സമ്മതിക്കാൻ സ്വരാജ് തയ്യാറായിട്ടില്ല, കോടതി പോവുകയും ചെയ്തു. 2016 തോറ്റിട്ട് പോലും K ബാബു മണ്ഡലത്തിൽ തന്നെ നിന്നു എന്നുള്ളതാണ്. മണ്ഡലവുമായിട്ട് നല്ല ബന്ധമുണ്ട്. വോട്ടർമാരുടെ പേരെടുത്ത് പറയാൻ തക്കവണ്ണം കാര്യങ്ങൾ അറിയാവുന്ന വോട്ടർമാരുമായിട്ട് അത്രയും ബന്ധമുള്ള ഒരാളാണ് K ബാബു എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് MLA-മാർ കേരളത്തിലുണ്ടെന്നുള്ള അക്കൂട്ടത്തിൽ ഒരാളാണ് K ബാബു. അപ്പോൾ സ്വരാജിനെ ഇറക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മണ്ഡലത്തിനകത്ത് അവിടെ വേറൊരു വലിയ വീറും വാശിയും വലിയ സംഘടനാ ശേഷിയൊക്കെയുള്ള ആളാണല്ലോ
സ്വരാജ്. പിന്നെ 16 നിയമസഭയിലെ പ്രകടനവും ഒക്കെ എടുത്ത് നിരത്താവുന്ന കാര്യമാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം വിജയിച്ചേ പറ്റുകയുള്ളൂ. അഭിമാന പ്രശ്നമാണ്. കാരണം ഇതിന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സംഗതി തീരും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറവുമാണ്. ഇനി UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ പരാജയം ഉണ്ടായാലും അവർക്ക് വലിയ കാര്യമില്ല. അത് അൻവറിൻ്റെ പരാജയമായിട്ടേ അവർ കാണത്തുള്ളൂ. ഇത് UDF-ൻ്റെ ബാനറിലാണ്, UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും ആരായാലും, ജോയി ആയാലും പ്രത്യേകിച്ച് ഷൗക്കത്തായാലും. കോൺഗ്രസ് ആ മണ്ഡലത്തെ വലിയ കാര്യമായൊന്നും പരിഗണിക്കുന്നില്ല. അവർ മാറി നിൽക്കുമ്പോൾ അവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എല്ലാം വിളിച്ച് മുന്നോട്ട് പോകുമ്പോഴും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുന്നേരെ കാത്തിരിക്കുകയാണ്. ഇനി അല്ല, ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥിയാണ്, ജോയി ആയാലും ഷൗക്കത്തായാലും. ഷൗക്കത്തിന് ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു നല്ല പിന്തുണ ഉണ്ട്. ആര്യാടൻ മുഹമ്മദ് ഒരു മതേതര സ്വഭാവമാണെങ്കിലും ഷൗക്കത്തിന് അല്ലാതെ തന്നെ ചില പിൻബലവും കൂടി ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ പിന്നെ അദ്ദേഹം ആ നാട്ടുകാരനാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു പിന്നെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ BJP അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി എന്തായാലും ഈ രാജ്യത്തൊട്ടാകെ തന്നെ 7 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അതിൽ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ BJP ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെ നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വെറുതെ അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കത്തില്ല. അവിടെ മത്സരിക്കാൻ തന്നെയാണ്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. കാരണം നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർധന ഉണ്ടായി എന്ന് പറഞ്ഞാൽ BJP അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ്. അതൊക്കെ പിന്നീട് അങ്ങോട്ട് മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി ബാധകമാക്കാവുന്നതാണ്. എന്തായാലും അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഏത് തരത്തിൽ? അൻവറിന് ഒന്ന് UDF-ലേക്ക് പ്രവേശം വേണം. അൻവറിന് ചിലപ്പോൾ തോന്നുന്നു തൃണമൂൽ അങ്ങ് വിടാൻ സാധ്യതയാണ്. തൃണമൂലൊന്നും കേരളത്തിൽ ഏശത്തില്ല. ഈ പിന്നെ UDF സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് അൻവറിൻ്റെ വിജയമായി കണ്ട് അത് UDF-ലേക്ക് പ്രവേശിക്കും. അല്ല, തൃണമൂൽ വിട്ട ജനങ്ങൾ അൻവറിനെ പരിഗണിക്കുമോ? ഇപ്പോൾ തന്നെ ഈ CPM-ന്റെ ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം സ്വതന്ത്ര MLA ആയിരുന്നില്ല, ആ ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം DMK പോയി പിന്നീട് ഇപ്പോൾ TMC-യിൽ പോയി. ഇനി അടുത്ത ഏത് പാർട്ടി ആയിരിക്കും? അല്ല, ചിലപ്പോൾ ഇനി അങ്ങ് UDF-ൽ കോൺഗ്രസിനകത്തേക്ക് പോകാനുള്ള, പണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നിട്ട് 2026 ഈ മണ്ഡലത്തിലോ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. എന്തായാലും സ്വരാജ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ അൻവറിനെ അട്ടിമറിക്കാനായിട്ട് പല നീക്കങ്ങളും CPM നടത്തുകയും ചെയ്യും.